മുനിസിപ്പാലിറ്റിയുടെ വിചിത്ര ഉത്തരവിനെ തുടർന്ന് തകർന്ന വീട് ശരിയാക്കാൻ കഴിയാതെ പാലക്കാട് സ്വദേശി. വടക്കന്തറ സ്വദേശി കേശവാനന്ദും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥയുള്ളത്. മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്ന് കാട്ടി തകർന്ന മേൽക്കൂര ശരിയാക്കുന്നത് നഗരസഭ തടഞ്ഞുവെന്നാണ് കേശവാനന്ദ പറയുന്നത്. തകർന്ന മേൽക്കൂരയിൽ ടാർപ്പായ വലിച്ചു കെട്ടിയാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വിചിത്രമായ ഉത്തരവാണ്. ഒന്നാമത് ആസ്ബറ്റോസ് ഷീറ്റാണ്, നല്ല ചൂടുമായിരിക്കും. അവർക്കതൊന്ന് മാറ്റാൻ ഇപ്പോൾ അനുമതി ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്നിട്ടാണോ അവിടെ ഒരു ടാർപോളിൻ കെട്ടിക്കൊണ്ട് അവർ ജീവിക്കുന്നത്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വടക്കന്തറയിലാണ്. ഈ വടക്കന്തറയിൽ 150 വർഷം പഴക്കമുണ്ട് ഈ കേശവാനന്ദത്തിന്റെ കുടുംബ വീടിന്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഓട് മേന വീടാണ്. ആ വീടിന്റെ സീലിംഗ് എല്ലാം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുഴുവനും ചിതലരിച്ച് നാശമായിരിക്കുന്നു. ആ ഓട് ഭാഗം പൂർണ്ണമായും പിരിച്ച് പുതിയ ഓട് മേയണമെന്നുള്ളതായിരുന്നു കേശവാനന്ദത്തിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾക്ക് മുനിസിപ്പാലിറ്റി തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഓട് മേയാനുള്ള അപേക്ഷയുമായി മുനിസിപ്പാലിറ്റി പോയപ്പോൾ ഓട് മേയാൻ അപേക്ഷ വേണ്ടെന്ന് പറയുന്നു. പക്ഷെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി വരുമ്പോൾ അത് പൂർണ്ണമായും മുനിസിപ്പാലിറ്റി തടയുന്നു എന്നുള്ളതാണ് കേശവാനന്ദും കുടുംബവും പറയുന്നത്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ അടുക്കള ഭാഗത്താണ്. ഇവിടെ പൂർണ്ണമായും കഴിഞ്ഞ മഴയിൽ ഈ വീട് തകർന്നു വീണതാണ്. ഏകദേശം 1.5 വർഷമായി ഈ വീട് തകർന്നു വീണ്ട് ദൃശ്യങ്ങൾ കാണുന്നത് ആ ഷീറ്റ് വെറുതെ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അതിന് മുകളിൽ ടാർപ്പായ വിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഓട് മേയണമെന്നുള്ള ഒരു ആവശ്യം അത് മുനിസിപ്പാലിറ്റി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബം പറയുന്നത്. ഏതായാലും കേശവാനന്ദൻ തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. മുനിസിപ്പാലിറ്റി നിങ്ങളുടെ ഈ ഒരു ആവശ്യം നോക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, ഞങ്ങൾ ഓട് റിപ്പയർ ചെയ്യാൻ നിന്നപ്പോൾ തടസ്സങ്ങളാണ് നോട്ടീസ് അയക്കുക, അനുമതി വാങ്ങണമെന്ന് പറയുക. ഒരു ഓട് മേയുന്നതിനും എന്തിനാണ് നമുക്ക് പെർമിഷന് വേണ്ടി നിങ്ങൾ പോയിരുന്നു? തരുന്നില്ല. നിങ്ങൾ അത് ഇത് പുതിയ ബിൽഡിംഗ് ആണെന്നും ഇതിനകത്ത് ഉൾപ്പെടില്ല, നിങ്ങൾ പെർമിഷൻ അനുമതി പ്ലാൻ വരച്ച് തന്നാൽ മാത്രമേ നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കാൻ ഒരു ഓട് മേഞ്ഞ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ മഴയത്ത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. നഗരസഭ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. കാരണം തടസ്സങ്ങൾ ഒഴിവാക്കി ഓട് മേഞ്ഞു തരാനുള്ള അനുമതി നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. അതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. വളരെ ന്യായമാണ്. കാരണം ദൃശ്യങ്ങൾ കാണാം, ഈ ഭാഗം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കാണിക്കുന്ന ഈ ഭാഗം പൂർണ്ണമായും കഴിഞ്ഞ മഴയിൽ തകർന്നതാണ്. അതിന് മുകളിലെ ഒന്ന് ഓടി വെച്ച് കെട്ടണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിനുവേണ്ടി അവർ പ്രവർത്തികൾ ആരംഭിച്ച സമയത്താണ് മുനിസിപ്പാലിറ്റി ഇത് തടയുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇങ്ങനെ ദൃശ്യങ്ങൾ കാണുന്ന ഒരു ടാർപ്പായ വലിച്ചു കെട്ടിയാണ് ഇപ്പോൾ ആ കുടുംബം ഇവിടെ ജീവിക്കുകയും ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാൻ കഴിയുന്ന ഒരു കെട്ടിടമാണ്. 150 വർഷം ഈ കെട്ടിടത്തിന് പഴക്കമുണ്ട്. ഇപ്പോഴും ഈ വീടിനകത്ത് ആളുകൾ താമസിക്കുന്നു പറയുമ്പോൾ വലിയ രീതിയിൽ പേടിയാണ് തോന്നുന്നത്. കാരണം എന്തും എപ്പോഴും സംഭവിക്കാം. തങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരൊറ്റ കാര്യം, വീട് പൂർണ്ണമായും പൊളിച്ചു പണിയാനൊന്നും തങ്ങൾക്ക് പൈസയുമില്ല, തങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഈ മഴ വലിയ രീതിയിൽ ശക്തിയാകുമ്പോഴേക്കും ഈ വീടിന്റെ മേൽക്കൂരെങ്കിലും തങ്ങൾക്ക് ഒന്ന് ശരിയാക്കി കിട്ടണം, ഓടൊന്ന് മേന് കിട്ടണം എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. വീട്ടിൽ കഴിയുന്ന കേശവാനന്ദത്തിന് 1.5 വർഷമായി വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കുന്നത്. കിടക്കാൻ പോലും പറ്റില്ല. മഴ പെയ്ത അവിടെ ചോര, എല്ലാവരുടെയും പാത്രങ്ങൾ വെച്ചിട്ടായിരിക്കണം. ഞാൻ ഇരുന്ന് തന്നെ ഉറങ്ങാറ് മഴക്കാലത്ത്. മറ്റുള്ള ദിവസങ്ങൾ എങ്ങനെയും കഴിഞ്ഞുകൂടും. വളരെ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് എത്രയും ഇക്ബാൽ തുടരുക. പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാനെ ഇപ്പോൾ നമുക്ക് ടെലിഫോണിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീ സ്മിതേഷ്. ശ്രീ സ്മിതേഷ്, കേൾക്കാമോ? ശ്രീ സ്മിതേഷ്, എന്നെ കേൾക്കാമോ? ഞാൻ ഈ പാലക്കാട് ഒരു സ്വദേശിയായ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ഒരു വിചിത്രമായ ഉത്തരവിനെ തുടർന്ന് അവരുടെ വീട് ഇപ്പോൾ ശരിയാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വടക്കന്തറ സ്വദേശി കേശവാനന്ദയുടെ വീട്, അവർക്ക് മുൻകൂർ അനുമതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ മുകളിലെ ആസ്ബറ്റോസ് മാറ്റി ഓട് പാകാൻ അനുവദിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അത്തരത്തിൽ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തകർച്ചയാണ് നേരിട്ടതെങ്കിൽ അതിന് മുൻകൂർ അനുവാദത്തിന്റെ ആവശ്യം അദ്ദേഹത്തിന് സ്വയമേ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിൽ അപേക്ഷ നൽകി അവർ റിപ്പോർട്ടിംഗ് ഷെയർക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതിനകത്ത് പെർമിറ്റിന്റെ ആവശ്യം മറ്റു കാര്യങ്ങളില്ല. ഈ ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്നത് അത് തെറ്റുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളായിരിക്കില്ല. ഏത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. തകർച്ചയാണോ? നോക്കൂ, മഴ പെയ്ത് അവന്റെ ആസ്പെറ്റോസ് ഒക്കെ തകർന്ന അവസ്ഥയിലാണ്. ഒരു ടാർപോളിനാണ് കിട്ടിയിരിക്കുന്നത്. ഏത് സമയവും അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഉടനടി നമ്മൾ ഇടപെട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത്തരത്തിൽ അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അതിന് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ ഈ മുനിസിപ്പാലിറ്റിയിൽ വിഷയം വന്നിട്ടില്ല. ശ്രീ സ്മിതേഷ്, അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ നടത്തിക്കൊണ്ട്, പ്രായമായ മനുഷ്യൻ കൂടിയാണ്, അവരെ ഇങ്ങനെ നടത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റായ വിവരം ആരാണ് നൽകിയതെന്ന് പരിശോധിക്കേണ്ടതല്ലേ? 100% പരിശോധിക്കുക. ആരെങ്കിലും റോങ് ഇൻഫർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് നടപടിയെടുക്കും.
അപ്പൊ ആ കുടുംബത്തിന് ഉടൻ തന്നെ അവിടെ ഓടുപാകുന്ന സംവിധാനത്തിലേക്ക് പോകും അല്ലേ? അതിനകത്തുള്ള നമ്മുടെ ബിൽഡിംഗ് റൂൾ ആക്ട് അനുസരിച്ചുള്ള മുഴുവൻ സഹായങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമാക്കും നമ്മൾ. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ വിചിത്രമായ ഉത്തരവാണ്, അപ്പോൾ അത് മാറ്റും. അതായത് തെറ്റുള്ള ഉത്തരവാണ് നമ്മൾ തിരുത്തും. ശരി, അപ്പോൾ അതാണ് അങ്ങ് നൽകുന്ന ഉറപ്പ്. വളരെ നന്ദി ശ്രീ സ്മിതേഷ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. റിപ്പോർട്ട് ഇമ്പാക്ട് എന്ന് പറയാവുന്ന വാർത്തയിലേക്കാണ് ഇക്ബാൽ. രാവിലെ തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ തകർന്ന വീട് നേരെയാക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ കേശവാനന്ദന്റെ പ്രതികരണം എടുക്കാം ഇക്ബാൽ. തീർച്ചയായും സ്മൃതി, കേശവാനന്ദനും അതുപോലെ തന്നെ ജീവാനന്ദവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ നമ്മളോട് സംസാരിച്ചിരുന്നു. കൃത്യമായി പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഇതിലൊരു നടപടി സ്വീകരിക്കാം, നിങ്ങൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതുൾപ്പെടെ മുനിസിപ്പാലിറ്റി ചെയ്യാമെന്നൊരു ഉറപ്പാണ് ഇപ്പോൾ സ്മിതേഷ്, അതായത് മുനിസിപ്പൽ ചെയർമാൻ. സന്തോഷം തോന്നുന്നു, സന്തോഷമുണ്ട്, ആശ്വാസം തോന്നുന്നു. നമ്മൾ ജോലി ചെയ്യാൻ നമ്മൾ ചെയ്തോളാം, അറ്റകുറ്റപ്പണികൾ നമ്മൾ ചെയ്യാം. അതിനുള്ള സമ്മതം മാത്രമേ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നുള്ളൂ. സമ്മതം മാത്രം കിട്ടിയ സമ്മതത്തിന്റെ ആവശ്യമില്ല, എന്തായാലും സന്തോഷമേ പറയാനുള്ളൂ. ശരി, ഇടപെടുമെന്ന് തന്നെ ഇക്ബാൽ പറയുകയാണ്. ഇടപെടുമെന്ന് പറയുമ്പോൾ തെറ്റായ വിവരം നൽകിയ ഉദ്യോഗസ്ഥർ ആരാണെന്ന് പരിശോധിക്കുക